വീടിന്റെ മുറ്റത്തുള്ള ടൈലിട്ട് കഴിഞ്ഞാൽ മുറ്റത്ത് വെള്ളം ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതുപോലെ തന്നെ ഉറവുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ. ഈ കാണുന്ന വെള്ളം ഒഴിക്കണുണ്ടോ, എന്തോരം വെള്ളം ഒഴിച്ചാലും നമ്മുടെ ഈ ഗ്യാപ്പിലേക്ക് ഇറങ്ങി പോകും, നമ്മുടെ ഭൂമിയിലേക്ക് വെള്ളം ഒഴിക്കുന്നത് തന്നെയാണ്. കാരണം ഇതിന്റെ ഇടയിൽ എല്ലാത്തിലും ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു തുള്ളി വെള്ളം നമുക്കത് ഹോൾഡായി നിൽക്കില്ല കേട്ടോ. എന്തോരം വെള്ളം വന്നാലും അത് അടിയിലേക്ക് ഇരുന്ന് പൊക്കോളും. ഏത് സൈഡിലേക്കാണ് സ്ലോപ്പ് ഇടാൻ അവിടെ പോകും, അതിലേക്ക് ഗ്രാവൽ വഴി ഭൂമിയിലേക്ക് ഇരിക്കുകയാണ് ചെയ്യണേ. അതുകൊണ്ട് ഒരു തരത്തിൽ നമുക്ക് ടൈൽ വിരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിക്ക് കേടില്ല, അതുപോലെ വെള്ളം ഇറങ്ങാത്ത വിഷയങ്ങൾ വരില്ല. കിണറിന്റെ ചുറ്റും എവിടെ വേണമെങ്കിലും ഇരിക്കാം, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ ചെളി പിടിക്കും എന്നുള്ളൊരു ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് അടുത്ത നമ്മുടെ പോയിന്റ്. ഇത് കണ്ടോ, ചെളിഞ്ഞ് മുഷിച്ച് കിടക്കണയാണ്. ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളൂ കേട്ടോ. കാരണം അത് വാട്ടർ പ്രൂഫ് കണ്ടന്റുള്ള ടൈലും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ചെളിയും കാര്യങ്ങളൊക്കെ പിടിക്കില്ല, പായലോ കാര്യങ്ങളൊന്നും പെട്ടെന്ന് പിടിക്കില്ല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ടൈലിൽ ഗ്യാരണ്ടിയിൽ വാങ്ങിക്കാം, ധൈര്യമായിട്ട് വാങ്ങിച്ചോ. ഇതുപോലെ വെള്ളം ഇറങ്ങും ചെയ്യും. മുറ്റത്ത് ഇപ്പോൾ എന്തോരം ചെളിയിൽ ഏതേ 3 ഡിസൈൻ ടൈലോട് കിടപ്പുണ്ട്. ഏതിൽ ഒഴിച്ചാലും എന്താ സെയിം എഫക്റ്റ് ആട്ടോ. ഏത് കളറായിക്കോട്ടെ കഴുകി വൃത്തിയാക്കാൻ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല. ബ്ലാക്ക് ആയിക്കോട്ടെ, ഡാർക്ക് ഗ്രേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിൽവർ ഗ്രേ ആയിക്കോട്ടെ, അതല്ല ഗ്രിപ്പുള്ള ടൈലാണെങ്കിൽ അതിലും ചെളി പിടിക്കും എന്നുള്ള പേടിയുള്ളവർക്ക് ഇതുണ്ടോ സൂക്ഷിച്ച് വയ്ക്കുക, കാണാവുന്നതാണ്. വെള്ളം ഒഴിച്ച് നമുക്ക് ഈസി ആയിട്ട് കഴുകാം. വേറെ ഒരു തരത്തിലുള്ള പ്രശ്നമോ കാര്യങ്ങളോ ഉപയോഗിക്കണ്ട, അങ്ങ് കഴുകിയിട്ടാൽ പൊക്കോളൂ കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ടൈലിൻ്റെ ക്വാളിറ്റി. അപ്പോൾ താല്പര്യമുള്ള ഇതുപോലെ ടൈൽ വിരിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതിന് കോൺടാക്ട് നമ്പർ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്നവരെ ബൈ ബൈ.